തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിയായ അമ്മാവൻ ഹരികുമാറിന് പിന്നാലെ ഇപ്പോഴിതാ മഹാമാന്ത്രികനായ മന്ത്രവാദി കൂടി കസ്റ്റഡിയിലായ വാർത്തകൾ പുറത്തുവരികയാണ്. കുട്ടിയുടെ അമ്മ ശ്രീധുവിന്റെ ഗുരുവായ ശംഖുമുഖം ദേവിദാസനെയാണ് ഇപ്പോൾ സംശയാസ്പദമായി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. ഈ മന്ത്രവാദിയുടെ ആദ്യ പേര് പ്രദീപ് കുമാർ ആണെന്നും പിന്നീട് കാതികൻ SP കുമാറായി മാറിയെന്നും അതിന് പിന്നാലെ ഇയാൾ മഹാമാന്ത്രികൻ എന്ന് സ്വയം വെളിപ്പെടുത്തി ഇയാൾ ശംഖുമുഖം ദേവിദാസൻ എന്ന പേരിലേക്ക് മാറുകയായിരുന്നു എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നു. കരിക്കകത്ത് മൂകാംബിക മഠം എന്ന പേരിലാണ് ഇയാൾ ആശ്രമം നടത്തിവന്നത്. ഇയാൾ പണ്ടൊരു പാരലൽ കോളേജ് അധ്യാപകനായിരുന്നു എന്നും വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇയാൾക്ക് പണ്ട് മുട്ടക്കച്ചവടമായിരുന്നുവെന്നും ഇത്തരത്തിലുള്ള ജോലികൾ പലതും ചെയ്തു ഒടുവിൽ ഇയാൾ ദേവിദാസൻ എന്ന പേര് മാറ്റി മഹാമന്ത്രവാദിയായി മാറിയെന്നുമാണ് നാട്ടുകാരടക്കം പറയുന്നത്. എന്നാൽ ഇയാളെ മുട്ടയിൽ കൂടോത്രം ചെയ്യുന്നത് കൊണ്ടും ഇയാളെ മുട്ടസ്വാമി എന്ന പേരിലും അറിയപ്പെടുന്നു. അതേസമയം ഈ മുട്ടസ്വാമിയുടെ ഭാര്യയുടെ വീട് ബാലരാമപുരത്ത് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. ദേവിദാസൻ സ്ഥലം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് 30 ലക്ഷം രൂപ തന്നിൽ നിന്ന് വാങ്ങിയെന്നാണ് ശ്രീധു നേരത്തെ തന്നെ പോലീസിനോട് പറഞ്ഞത്. പൂജാരിയുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിക്കും. അടുത്തിടെ ശ്രീധുവും ഹരികുമാറും തലമുണ്ടനം ചെയ്തിരുന്നു എന്ന വിവരങ്ങളും പുറത്തുവരുന്നു. ഇത് പൂജാരിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നാണ് കരുതുന്നത്. ആലപ്പുഴയിലെ ഒരു മന്ത്രവാദിയുടെ സഹായിയായും ഹരികുമാർ പ്രവർത്തിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. കൊലപാതകത്തിൽ മന്ത്രവാദിക്ക് ബന്ധമുണ്ടോ എന്നതടക്കമാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരുന്നത്. ഇയാളുടെ കൂടെ മന്ത്രവാദങ്ങളിൽ സഹായിയായിട്ടായിരുന്നു ശ്രീധു പോയിരുന്നുവെന്നും എന്നാൽ ഈ മന്ത്രവാദി തന്നെ സാമ്പത്തികമായി പറ്റിച്ചു എന്ന ശ്രീധുവിന്റെ മൊഴിയിലാണ് ഇപ്പോൾ മന്ത്രവാദിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. മാത്രമല്ല ഹരികുമാറും ശ്രീധുവും തമ്മിൽ നിഗൂഢമായി മനസ്സുള്ളവരെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് ഒരേ വീട്ടിൽ തൊട്ടടുത്ത മുറികളിൽ കഴിയുമ്പോഴും വാട്സ്ആപ്പ് വീഡിയോ കോളുകൾ ഇവർ ചെയ്തിരുന്നു. ശ്രീധുവും അമ്മാവൻ ഹരികുമാറും തമ്മിൽ വഴിവിട്ട രീതിയിലുള്ള ബന്ധങ്ങളായിരുന്നുവെന്നും പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ശ്രീധു മതപഠന ക്ലാസുകൾ എടുത്തിരുന്നുവെന്നും ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു ഹരികുമാറെന്നും ഈ പൂജാരിയെ ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഹരികുമാറിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും പ്രശ്നങ്ങളിലൊക്കെ കുരുങ്ങിയപ്പോൾ രക്ഷിച്ചത് ശ്രീധുവെന്നും പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് തന്നോട് വഴിവിട്ട രീതിയിൽ ബന്ധം നടത്തിയതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇതിനിടെ ശ്രീധുവിനെതിരെ ഭർത്താവും ഭർത്തൃപിതാവും പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ്. മരണത്തിൽ ശ്രീധുവിന്റെ പങ്ക് പരിശോധിക്കണമെന്നാണ് ഇരുവരും ആവശ്യപ്പെട്ടിരിക്കുന്നത്. തന്നെ ശ്രീധു അനുസരിക്കാറില്ല എന്നാണ് ഭർത്താവ് ശ്രീജിത്ത് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല ശ്രീധു തുടർച്ചയായി കള്ളം പറയുകയാണ് എന്നും അയൽവാസികളും ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നു. എപ്പോഴും തന്റെ ഇളയ കുട്ടിക്ക് സുഖമില്ല എന്നും അപകടം പറ്റിയെന്നും ഒക്കെ പറഞ്ഞു ശ്രീധു നിരവധി കള്ളം പറഞ്ഞതായിട്ടാണ് അയൽവാസികളടക്കം പറയുന്നത്. കള്ളം പറയുന്നത് ചോദ്യം ചെയ്യുമ്പോഴാകട്ടെ ശ്രീധു കരയാറുണ്ടെന്നും ഹരികുമാർ ഒറ്റയ്ക്ക് ഈ കൃത്യം ചെയ്യില്ല എന്നും അയൽവാസികൾ പറയുന്നു. അതേസമയം ഇക്കഴിഞ്ഞ ദിവസം അയൽവാസികളായ 2 സ്ത്രീകളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അത് മാത്രമല്ല സുഹൃത്തായ കരിക്കകം സ്വദേശി 30 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് ശ്രീധു പോലീസിനോട് പറഞ്ഞത്. വീട് വാങ്ങാൻ കൈമാറിയ പണമാണ് തട്ടിയെടുത്തതെന്നായിരുന്നു മൊഴി. സംഭവത്തിൽ ഇപ്പോൾ അറസ്റ്റിലായ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിനെ കോടതിയിൽ ഹാജരാക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഹരികുമാർ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതിന് പിന്നാലെ ഭക്ഷണം കഴിക്കുകയോ ചോദ്യങ്ങൾക്ക് മറുപടിയോ നൽകിയിട്ടില്ല. നിങ്ങൾ അന്വേഷിച്ച കൊലപാതകത്തിന്റെ പ്രതിയെ കണ്ടെത്തുമെന്നാണ് പോലീസിനോട് ഹരികുമാർ ആദ്യം മുതൽക്ക് തന്നെ പറയുന്നത്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് ആലോചിക്കുകയാണ്. ഇതിനിടെ കുഞ്ഞിന്റെ മാതാപിതാക്കളെ ശ്രീധുവിനെയും ശ്രീജിത്തിനെയും പോലീസ് വീണ്ടും ചോദ്യം ചെയ്യുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇക്കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് പിന്നാലെ ശ്രീധുവിനെ പൂജപ്പുരയിലെ മഹിളാ മന്ദിരത്തിൽ മാറ്റിയിരിക്കുകയാണ്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസം 8 മണിയോടെയാണ് ശ്രീധു ശ്രീജിത്ത് ദമ്പതികളുടെ ഇളയ മകൾ 2 വയസ്സുകാരി ദേവേന്ദുവിന്റെ മൃതദേഹം വീടിന് മുന്നിലെ കിണറ്റിൽ കണ്ടെത്തിയത്. അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം രാത്രി ഉറങ്ങാൻ കിടന്ന ദേവേന്ദുവിനെ കാണാനില്ല എന്ന വിവരങ്ങളാണ് ആദ്യം തന്നെ പുറത്തു വന്നത്. തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത്. തുടക്കം മുതൽ തന്നെ ഇതൊരു കൊലപാതകമാണ് എന്ന സംശയത്തിൽ ഉറച്ചാണ് പോലീസ് നീങ്ങിയത്. പ്രാഥമിക മൊഴികളിൽ പൊരുത്തക്കേടുകളൊക്കെ നിറഞ്ഞതോടെ അമ്മയും അച്ഛനെയും മുത്തശ്ശിയെയും അമ്മയുടെ സഹോദരൻ ഹരികുമാറിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ ചോദ്യം ചെയ്യലാണ് അമ്മാവൻ ഹരികുമാർ പോലീസിനെ വട്ടം കറക്കി അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നൊരു മറുപടി നൽകിക്കൊണ്ട് പോലീസിന് വേറെ വെല്ലുവിളിയായത്. ശ്രീധുവും ഹരികുമാറും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളടക്കം പോലീസ് ശേഖരിച്ചതിന് പിന്നാലെ നടത്തിയ ചോദ്യം ചെയ്യലാണ് ഹരികുമാർ ഒടുവിലായി കുറ്റം സമ്മതിക്കുന്നത്. തൽക്കാലത്തേക്ക് കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ വിട്ടയച്ചെങ്കിലും ശ്രീധു ഇപ്പോഴും സംശയ നിഴലിൽ തന്നെയാണ് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അതുപോലെ തന്നെ ഈ കൊലപാതകത്തിൽ ഇനിയും കൂടുതൽ പേരുടെ പങ്കുള്ളതായിട്ടും പോലീസ് സംശയിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.